ഹായ്, ഞാൻ എലിസബത്താണ്. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യണം, പഴയ പോലെ നോർമൽ വീഡിയോ ചെയ്യണം, സേഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ അതുപോലത്തെ ഒരു അങ്ങനെ പറ്റണില്ല, അങ്ങനത്തെ വീഡിയോ ചെയ്യാനൊന്നും പറ്റണില്ല. പിന്നെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ ചതികൾ നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എന്താ ചെയ്യുക, ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് വേണ്ടിയിട്ട് സിൻസിയറായിട്ട് ഇപ്പോഴും പല കമൻസും കാണാറുണ്ട്. ഹോപ്പ് യു ആർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട്. താങ്ക് യു സോ മച്ച്. പല ആൾക്കാരും അന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മറന്നു ഇതിനെ പറ്റിയിട്ടൊക്കെ. എല്ലാവരും അങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ, കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരാളുടെ ലൈഫിൽ നടന്നൊരു സംഭവം കുറച്ച് കാലം കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് എല്ലാവരും മറന്നു. ആക്ച്വലി ഇന്നെ ഇത് ബാധിക്കുന്നുണ്ട്, ഇന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ സംഭവം ഒന്നും ഇന്നെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങളല്ല. കുറേ കാര്യങ്ങളുണ്ട്. വീണ്ടും വീണ്ടും പലതും പലരുടെയിൽ നിന്നും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ എനിക്ക് ആക്ച്വലി പേടിയാണ് ആവണേ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ എന്താ ഉണ്ടാവുക എന്നറിയില്ല. നമ്മൾ എന്താ പറയുക, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ വായടപ്പിക്കുന്ന പരിപാടികൾ, അല്ലെങ്കിൽ ഇനി ചോദിച്ചാൽ നമ്മളെ ഉണ്ടാവില്ല എന്നുള്ള അങ്ങനത്തെ പല സംഭവങ്ങൾ. അറിയില്ല എന്താ ഉണ്ടാവുക എന്നറിയില്ല. എനിക്കൊരു വീഡിയോ ഇടണമെന്ന് തോന്നി. കുറേ കാര്യങ്ങൾ കാണണു, കേൾക്കണു. ഞാൻ ആക്ച്വലി ഇത്ര കാലം വിചാരിച്ചതിനെക്കാണ്ടും ഇതിൽ പല കണക്ഷൻസ് വരുന്നുണ്ട്, പല ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊന്നും ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മെയിൻലി എൻ്റെ വായ പൊത്താനാണ് എല്ലാവരും നോക്കുകയുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ തന്നെ അവരുടെയും വായ പൊത്തും. അറിയില്ല. ഇതുവരെ സേഫാണ്. എനിക്കിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയാണ്. നിങ്ങൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കൂടുതലിലേക്ക് ഇറങ്ങിപ്പോകും തോറും കൂടുതൽ പേടിക്കുന്ന കാര്യങ്ങളാണ് കാണുന്നതും കേൾക്കുന്നതും അറിയണതും ഒക്കെ. പക്ഷെ അതിൻ്റെ ഒന്നും പ്രൂഫില്ല. എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാം. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ അനുഭവിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ വേറെ പല സംഭവങ്ങളും, അതൊക്കെ ഞാൻ കുറേ കേൾക്കുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കേൾക്കണു. അറിയില്ല ഈ വീഡിയോ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രത്യാഘാതം, അതൊന്നും അറിയില്ല. പക്ഷെ ഈ ടോപ്പിക്കൊന്നും മറക്കരുത്. സിൻസിയറായിട്ട് ജെനുവിനായിട്ട് എന്നെ കെയർ ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, ഇതൊന്നും മറക്കരുത്.
ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഒപ്പം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കാളും കൂടുതൽ, ഞാൻ ഇപ്പോൾ ചെയ്തതിനെക്കാളും കൂടുതൽ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഒരു പ്രിപ്പയർഡ് വീഡിയോ അല്ല. അതുപോലെ തന്നെ എന്തൊക്കെ പറയാൻ പറ്റും, പറയാൻ പറ്റില്ല, ഒരു വേണമെങ്കിൽ പറയാം, ഒരു ഭയത്തിൽ ചെയ്യണ വീഡിയോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഈ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് ഇതിൽ നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അതുപോലെ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. എല്ലാതും ഇങ്ങനെ ഒരു ബ്ലാങ്കറ്റ് മറയിൽ പറയുമ്പോൾ എനിക്കും വിഷമമുണ്ട്. എല്ലാം കൂടി ഒറ്റയടിക്ക് പറഞ്ഞ് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അറിയില്ല. അതും ഇത്ര കാലം ഞാൻ പറഞ്ഞത് കേട്ടതിനൊക്കെ നന്ദിയുണ്ട്, പ്രാർത്ഥിച്ചതിന് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതുവരെ സേഫാണ്. ബൈ.